ഹലോ. ചില നിരാശകൾ നമ്മളെ ഓരോ ദിവസവും ചില ദിവസങ്ങളിൽ വല്ലാതെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാറുണ്ട്. നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുമില്ല. ആ വിഷമഘട്ടത്തിൽ നമ്മൾ പലതും ചിന്തിച്ചു പോകും, എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന്. പക്ഷേ എല്ലാവർക്കും ഇതേപോലുള്ള വിഷമങ്ങളും വേവലാതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ചിലവർ അത് പ്രകടിപ്പിക്കുകയില്ല. അതിനാൽ നമ്മളെക്കാൾ 100 ഇരട്ടി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് തുച്ഛമായ വിഷമങ്ങളേ ഉള്ളൂ. അതുപോലും നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാജയപ്പെടാതെ നമ്മൾ കാത്തിരിക്കും. നമ്മൾക്ക് നാളെ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ തേടി വരും. നമ്മൾ അതിന് പ്രയത്നിക്കുക. മാനസിക നില നമ്മൾ കൈവിടാതെ ഇരിക്കുക. മനസ്സിന്റെ ഒരു നില, ഒരു സന്തുലിതാവസ്ഥ കൈവിട്ടാൽ നമ്മൾക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം നെഗറ്റീവായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് മനസ്സോടെ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലേ നമ്മൾക്ക് ഒരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോകൾ കേൾക്കുന്നുണ്ട്, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എന്ന് പറയും. അത് കേട്ടുകൊണ്ട് നമ്മൾ തള്ളുകയാണ് പതിവ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല. പലർക്കും അത് കഴിയണമെന്നുമില്ല. നമ്മൾ അതിനോട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ട രീതിയാണ് ആ സമയത്ത് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ അത് ശാന്തമായി അതിനോട് പ്രതികരിക്കുക. നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രശ്നം വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരമുണ്ടായിരിക്കും. അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ വ്യത്യാസപ്പെട്ട് ഇരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് ശാന്തമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക തന്നെ ചെയ്യും. പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ സമാധാനത്തിൽ തീരുമാനമെടുക്കുക. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ടേക്ക് കെയർ.